ടെൻഷൻ വേണ്ട ലൈഫിൽ പെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം നോ നോ ടെൻഷൻ ടെൻഷൻ വേണ്ട ലൈഫിൽ പെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം ചാക്കിലാക്കാൻ നോക്കിടേണ്ട പാട്ടിലാവാൻ നേരമില്ല ഇനി നമ്മൾ തേടും തീരം സാൻ ഫ്രാൻസിസ്കോ നോ നോ ടെൻഷൻ ടെൻഷൻ വേണ്ട ലൈഫിൽ ടെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം നോ നോ ടെൻഷൻ ടെൻഷൻ വേണ്ട ലൈഫിൽ ടെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം ആര് ആര് തീ തിന്നവനാര് ഞാനോ നീയോ ഹീറോ ഇവിടാര് ഹേയ് തപ്പും കൊട്ടി ആടാം തുടിയും കൊട്ടി പാടാം നേരെ നേരെ വാടാ അപ്പോഴറിയാം തപ്പും കൊട്ടി ആടാം തുടിയും കൊട്ടി പാടാം വീരില്ലെങ്കിൽ പോടാ അടിച്ചു കളിക്കാം ഇനി വേണം കൊമ്പും കുഴലും പാട്ടും കൂത്തും നോ 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 ടെൻഷൻ ടെൻഷൻ വേണ്ട ലൈഫിൽ ടെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം നോ നോ ടെൻഷൻ ടെൻഷൻ വേണ്ട ലൈഫിൽ ടെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം Ghana, Ghana, it's just a Ghana. Life is Ghana, Khana and Pina. Loving thoda thoda, dating na 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 na. Hey Nandalala, life bora. Loving thoda thoda, dating na 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 na. Hey Nandalala, Anare Govinda. Ini venam no no cheating, only friendship. No no tension, tension. വേണ്ട ലൈഫിൽ പെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം നോ നോ ടെൻഷൻ ടെൻഷൻ വേണ്ട ലൈഫിൽ പെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം ഏയ് ചാക്കിലാക്കാൻ നോക്കിടേണ്ട പാട്ടിലാവാൻ നേരമില്ല ഇനി നമ്മൾ തേടും തീരം സാൻ ഫ്രാൻസിസ്കോ നോ നോ ടെൻഷൻ ടെൻഷൻ വേണ്ട ലൈഫിൽ പെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം നോ നോ ടെൻഷൻ ടെൻഷൻ വേണ്ട ലൈഫിൽ പെൻഷൻ റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടി വിടാം പെർഫോമൻസ് ആസ്പെക്റ്റിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മൂവ്മെൻറ്റ്സ് അതുപോലെ തന്നെ ആ സ്റ്റേജിൽ ടോട്ടൽ സ്റ്റേജിലുള്ള പ്രസൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നിയത് ഒരിക്കലും സംഗീതത്തിന് പാടുമ്പോൾ വരാത്തൊരു കാര്യം ഇന്ന് വന്നു. അതായത് മൈക്ക് പൊസിഷനിങ്ങിൽ ചില ഇടയ്ക്കിടയ്ക്ക് അത് മാറിപ്പോകുന്നത് കണ്ടായിരുന്നു. മറ്റുള്ള ആർക്ക് പറ്റിയാലും സംഗീതത്തിന് അത് സംഭവിക്കാത്തതാണ് ശരിക്കും. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. ചില ഭാഗങ്ങളിൽ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞു പോണ പോലെ തോന്നിയായിരുന്നു സിംഗിങ് ഇതിൽ. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. ബാക്കി ഇൻ ഓൾ റെസ്പെക്റ്റ് ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അത് ശരിക്കും നമുക്ക് ആ ഫീൽ ചെയ്തു. ശരിക്കും എന്താണെങ്കിലും ഓൾ ദി ബെസ്റ്റ്. സംഗീതത്തിൽ നിന്ന് പാടാൻ തുടങ്ങുന്ന കാണുമ്പോൾ എൻ്റെ ഒരു തുടക്കം തോന്നിയത് ഞാൻ ഒരു ക്ഷീണിച്ച് നിൽക്കുന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ടെങ്കിലും അത് അതൊന്നും പുറത്ത് കാണിക്കാത്ത രീതിയിൽ ഒരു അടിച്ച് പൊളിക്കാം എന്നുള്ളൊരു ലൈനിൽ തന്നെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിന് എന്താ പറയുക, അത് ഗംഭീരമായി. എന്തായാലും നന്നായി പാടി. ആ പാട്ടിൻ്റെ മൂഡിനനുസരിച്ച് തന്നെ
ഓൾ ദി ബെസ്റ്റ്. സംഗീത് സൃഷ്ടികർത്താവ്. അതെ, ഇത് ഒരു ലോകോത്തര കമ്പോസിഷനൊന്നും അല്ല, സാധാരണ ഒരു പാട്ടാണ്, ഞാൻ ചെയ്ത പാട്ടാണ്. വളരെ സാധാരണ ഒരു ഫോക്ക് ടച്ചിലൊരു പാട്ടാണ്. അതിനകത്ത് അങ്ങനെ ഒരു ലിറിക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പാട്ടിൽ സംഗീതത്തിൻ്റെ ഒരു ടച്ച് കൊടുത്ത് ഭയങ്കര ലൈഫുള്ള കളർഫുള്ളായിട്ടുള്ളൊരു പാട്ടാക്കി. വാസ് വെരി വെൽ ഡൺ. പറയാൻ കാരണം പറഞ്ഞല്ല, ഈ പാട്ട് ഞാനും സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, തുറന്ന് പറയാമല്ലോ. അപ്പോൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത എനർജി വേറൊരാൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഐ എം ഫീലിംഗ് ഹാപ്പി. താങ്ക്സ് എ ലോട്ട്. ഇറ്റ്സ് ഗുഡ്.